ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇതിനു മുൻപ് ഗിൽഗാലിൽ അവരായിരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ശീലോഹിലേക്ക് മാറുന്നു. ആ ശീലോവിൽ യഹോവയുടെ നാമത്തിൽ ആരാധന നടത്തുവാനുള്ള സമാഗമന കൂടാരം അവർ സ്ഥാപിക്കുകയാണ്. ഇതിനു മുമ്പ് മരുഭൂമി യാത്രയിൽ അവർ പോകുന്നതായ സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇനി സ്ഥിരമായി എല്ലാ ഗോത്രക്കാർക്കും വന്ന യഹോവയെ ആരാധിക്കുവാൻ വിധം കനാൻ ദേശത്ത് ശീലോവിൽ യഹോവയുടെ ആലയം അവർ സ്ഥാപിച്ചിട്ട് യോശുവ പറയുന്നു, ഇനി 7 ഗോത്രങ്ങൾക്ക് കൂടി സ്ഥലം ഭാഗിച്ചു കൊടുക്കുവാനായിട്ടുണ്ട്. ബാക്കി ഗോത്രങ്ങൾക്ക് ഇതിനു മുൻപ് ഭാഗിച്ചു കൊടുത്ത് നമ്മൾ കണ്ടു. ഇനി 7 ഗോത്രക്കാർക്ക് അത് ലഭിക്കണമെങ്കിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ അലസരായി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ദേശം നിങ്ങൾക്ക് അവകാശമാക്കാൻ സാധിക്കുക? അതുകൊണ്ട് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ വീതം പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്ത് അങ്ങനെ 21 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. നിങ്ങൾ പോയി ദേശം കണ്ട് ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. ആ സ്ഥലം യഹോവയുടെ സന്നിധിയായ സമാഗമന കൂടാരത്തിൽ വെച്ച് ചീട്ടിട്ട് നിങ്ങൾക്ക് നൽകും. അതിൻ പ്രകാരം അവർ പോവുകയും ദേശം കണ്ടെത്തി അത് യോശുവയുടെ അടുത്ത് അവർ എഴുതിക്കൊണ്ടുവരികയും അങ്ങനെ അവിടെ വെച്ച് ചീട്ടിട്ട് ആദ്യം ബെന്യാമിൻ ഗോത്രക്കാർക്ക് അവകാശം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു കാര്യം മാത്രം പ്രത്യേകം പറയുന്നു, ലേവ്യ ഗോത്രത്തിന് മാത്രം പ്രദേശമില്ല. അവരുടെ അവകാശം യഹോവയുടെ പൗരോഹിത്യമാണ്. സമാഗമന കൂടാരവുമായുള്ള ബന്ധത്തിലാണ് ലേവ്യ ഗോത്രക്കാർ മുഴുവൻ പ്രവർത്തിക്കുന്നത്. ആ കൂടാരത്തിൻ്റെ ക്ലീനിങ് മുതൽ അതിലെ യാഗാദി കർമ്മങ്ങളും അതിൻ്റെ സംരക്ഷണവും എല്ലാം അവർക്കാണ്. ആ ലേവ്യ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നവർ യാഗാദി കർമ്മങ്ങൾ നടത്തും. അവരെ സഹായിക്കുവാനാണ് മറ്റുള്ള എല്ലാവരും. ഈ 12 ഗോത്രങ്ങളിലും പെട്ട ആളുകളുടെ പാപപരിഹാരാർത്ഥം യാഗാദി കർമ്മങ്ങൾ ചെയ്യണം. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭൂപ്രദേശം കിട്ടിയാൽ അവിടെ പോയിട്ട് പ്രവർത്തിക്കുവാനോ അധ്വാനിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് മറ്റ് ഗോത്രങ്ങൾ അവർക്ക് ദശാംശം കൊടുക്കണമെന്ന് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെയും സംഖ്യാപുസ്തകത്തിലൊക്കെ വ്യക്തമായി അത് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ബെന്യാമീൻ ദേശക്കാരുടെ ആ അവരുടെ കൊടുത്തതായ പ്രദേശത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കൊടുത്ത അവകാശത്തെക്കുറിച്ച് യഹൂദിയുടെയും ജോസഫിൻ്റെയും ഇടയിലായിരുന്നു അവരുടെ അവകാശ പ്രദേശം. അതിൻ്റെ അതിരുകളും പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അവർക്ക് ലഭിച്ച പട്ടണങ്ങൾ അതിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് 12ഉം 14ഉം വീതമുള്ള 2 വിഭാഗം നമുക്ക് കാണാൻ പറ്റും. അത്രയും പട്ടണങ്ങളും പ്രദേശങ്ങളും ബെന്യാമീൻ ഗോത്രത്തിന് അവിടെ നൽകുകയാണ്. ഇങ്ങനെ ദേശം പോയി കണ്ടെത്തി അവകാശമായിട്ട് നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുതിയ നിയമത്തിൽ നമുക്ക് പാർക്കുവാനുള്ള ദേശം സ്വർഗരാജ്യമാണ്, സ്വർഗീയ കനാനാണ്. ആ സ്വർഗീയ കനാനാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഇവിടെ ഇവരോട് പറയുന്നു, നിങ്ങൾ അലസരായിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ രാജ്യം അവകാശമാക്കാൻ പറ്റും? നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളത് കണ്ടെത്തണം. പ്രദേശം നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് കനാന്യരെ അവിടെ നിന്ന് ഓടിക്കണം. നമ്മുടെ ജീവിതത്തിൽ പിശാചാണ് കനാന്യരെ ഇവിടെ പ്രതികരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പിശാചിനെ നമ്മൾ ഓടിച്ചു കളഞ്ഞ് സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അപ്പോഴാണ് നമുക്കത് അവകാശമായിട്ട് ലഭിക്കുക.
യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ തോമാശ്ലീഹ പറയുന്നു, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെങ്ങനെയാണ് ഞങ്ങൾ വഴി അറിയുന്നത്? കർത്താവ് തോമസിനോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളും സ്വർഗരാജ്യം അവകാശമാക്കുന്നത് ക്രിസ്തുവാകുന്ന വഴിയിലൂടെയാണ്. ആ കർത്താവാകുന്ന വഴിയിൽ നമുക്ക് തടസ്സം നിൽക്കുന്നതിനെയൊക്കെ നമ്മൾ മാറ്റണം. അതിനാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനകളൊക്കെ സഭ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ശത്രുവിൻ്റെ എല്ലാവിധമായ പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ വാഗ്ദത്തം ചെയ്ത സ്വർഗീയമായ കനാൻ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്ന കനാന്യരെ, ശത്രുവിനെ, പിശാചിനെ നമ്മൾ ഇവിടെ നിന്ന് ഓടിക്കണം. അതിന് നമ്മൾ അലസരായിരുന്നാലാവില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉണർവുള്ളവരായിരിക്കുവിൻ. ബി അലേർട്ട്, എപ്പോഴും ഉണർവുള്ളവരായിരിക്കുക. ശത്രുവുണ്ട്, പിശാചുണ്ട്, അതിന് എതിരെ നിങ്ങൾ എപ്പോഴും ഉണർവുള്ളവരായിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക. അഥവാ ആ ദേശത്തെക്കുറിച്ച് പൗലോസ്ലീഹായും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗീയ ദർശനം ലഭിച്ച പൗലോസ്ലീഹായ നമ്മോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവിടെ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്, ഒരു ദേശം നമുക്കുണ്ട്, ഒരു പൗരത്വം നമുക്കുണ്ട്. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത മറ്റൊരു ഭവനം, മറ്റൊരു ദേശം, മറ്റൊരു പൗരത്വം, അതിനെ ലക്ഷ്യമാക്കി നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഈ ഭൂമിയിലേതൊക്കെ ചവറുന്നെണ്ണാൻ സാധിക്കുകയുള്ളൂ. ആദിമസഭാപിതാക്കന്മാർക്ക് ആ കാഴ്ചപ്പാട് ലഭിച്ചു. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതൊക്കെ വേണ്ടെന്ന് വെച്ചു. ലോകം, താത, സഹോദര, ജാതി, തറവാടെല്ലാം വേണ്ടെന്ന് വെച്ചു നമ്മൾ പാടുന്നുണ്ട്. ഇതുപോലെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ തക്കവണ്ണം അലസരായിരിക്കാതെ ഉണർവുള്ളവരായി ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഇടയാകണം. കാരണം ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് കർത്താവ് അരുളി ചെയ്തത് എപ്പോഴും ഓർക്കുക. ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിലൂടെ നമ്മെ പ്രലോഭിപ്പിക്കുന്ന കനാന്യരാകുന്ന ശത്രുവിനെ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സ്വർഗരാജ്യ അവകാശമാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ പ്രവൃത്തികളും ആഗ്രഹങ്ങളും എല്ലാം അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.